ആൽക്കഹോൾ, സിഗരറ്റ്, മറിവാന, MDMA ആൻഡ് അതർ ഡ്രഗ്സ്. കേരളത്തിന്റെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞവ. പക്ഷേ ഇവയേക്കാളെല്ലാം ഡേഞ്ചറസ് ആയ മറഞ്ഞിരിക്കുന്ന ഒരു വില്ലനുണ്ട്, മറ്റൊരു ലഹരിയുണ്ട്. അതാണ് ജങ്ക് ഫുഡ്. പലരും ശ്രദ്ധിക്കാത്തതും മറന്നുപോയതുമായ ഒരു ഏറ്റവും വലിയ ലഹരിയാണ് ജങ്ക് ഫുഡ്. എന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ലഹരിക്ക് അടിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഒരു ലഹരി ഉപഭോക്താവാണ്. നിങ്ങളും ലഹരിക്ക് അടിമയാണ്. പഞ്ചസാര, കൊഴുപ്പ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇവ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ജങ്ക് ഫുഡ്. അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റും അത് പിന്നെയും പിന്നെയും കഴിക്കുവാനുള്ള ഒരു ആഗ്രഹവും നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ തോന്നുവാനുള്ള കാരണം ഈ ഫുഡുകളിൽ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ്, അല്ലെ അഡിറ്റീവ്സ് ആണ്. മറ്റേതൊരു രാസലഹരി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ ഫുഡിനോടുള്ള നമുക്കുള്ള അമിതമായ വാഞ്ച. പുരുഷന്മാരിൽ ഇത് റീപ്രൊഡക്റ്റീവ് പവർ കുറയ്ക്കുന്നു, സ്ത്രീകളിൽ PCOS, PCOD, ഡിപ്രഷൻ, ഇങ്ങനെ പലവിധ കുഴപ്പങ്ങളാണ് ഈ സാധനത്തിനോട് നമുക്ക് അഡിക്റ്റ് ആയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മളെ കാർന്നു തിന്നുന്ന ഒരു വിഷമാണ് ഈ ജങ്ക് ഫുഡ്. എന്നെ കാണുന്ന യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ലൈഫേ ഉള്ളൂ. നിങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് വ്യായാമം ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്കും നല്ലത് ചെയ്ത് നല്ലത് ചിന്തിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കൊച്ചു സന്തോഷം നിങ്ങളുടെ നാളത്തെ ദുഃഖമായി മാറാം. ഇപ്പൊ കഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് എന്നെ കാണുന്ന എല്ലാവരും, നിങ്ങൾ ജങ്ക് ഫുഡ് അഡിക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ രക്ഷിക്കുക. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഇൻസ്പയർഡ്.